ഞങ്ങൾ ഗൗരവമായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച, ഞാൻ ഏത് പാർട്ടിയാണെന്ന് പറയുന്നില്ല, വിവിധ പാർട്ടികൾ, വിവിധ മുന്നണികളിലുള്ള വിവിധ പാർട്ടികൾ UDFനെ സമീപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ UDF പൊതുവായ ഒരു തീരുമാനം പെട്ടെന്നെടുത്ത് പ്രഖ്യാപിക്കും. സാഹചര്യം മാറും. സാഹചര്യം മാറിയല്ലോ. നിങ്ങൾ എല്ലാ സാഹചര്യവും കഴിഞ്ഞ പ്രാവശ്യം മാറി. കാരണം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് വലിയ മാറ്റം ഉണ്ടായി. ഈ ലോക്കൽ ബോഡികളിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും മേൽക്കൈ UDFനായിരുന്നു. 15, 20, 30 സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ 6-7 ഘട്ടത്തിൽ നടന്നു. എല്ലാ ഘട്ടത്തിലും ഉപതെരഞ്ഞെടുപ്പുകളിലെ മുൻതൂക്കം കോട്ടയം ജില്ലയിലടക്കം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ UDFൻ്റെ മേൽക്കൈ ഉണ്ടായത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞങ്ങളോട് പറയണ്ടല്ലോ. എല്ലായിടത്തും മേൽക്കൈ UDFനായിരുന്നു കഴിഞ്ഞ 4 വർഷം. UDF നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും. UDF ഒരു മുന്നണി മാത്രമല്ല, ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ടീം UDF ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ, മുന്നൊരുക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം, ഘടകകക്ഷികൾ തമ്മിലുള്ള ഇക്കാര്യത്തിലെല്ലാം എല്ലാ മുന്നണികളെയും പിന്തള്ളി ഞങ്ങൾ മുൻപിലെത്തിക്കഴിഞ്ഞു. പ്രചരണത്തിൻ്റെ കാര്യത്തിലും UDF ബഹുദൂരം മുന്നിലേക്ക് പോകും. ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിൻ്റെ 4.5 വർഷക്കാലത്തെ അല്ലെങ്കിൽ 9.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിചാരണ ചെയ്യുന്നതിനുള്ളൊരു അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും. കേവലം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളം മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സാമ്പത്തികമായി ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ സ്ഥിതിയിലേക്ക് സമ്പദ് വ്യവസ്ഥ മാറിയിരിക്കുകയാണ്. ഖജനാവിൽ 5 പൈസയില്ല, കടം വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നെല്ലാമാണ് കടം മേടിക്കുന്നതെന്ന് സർക്കാരിന് പോലും അറിയില്ല. കഴിഞ്ഞ 10 മാസക്കാലമായി ഇന്ത്യയിൽ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം കേരളത്തിൽ.